വാഹനങ്ങളുടെ വില കുറച്ചുകൊണ്ട് വിൽപ്പന വർദ്ധിപ്പിക്കുകയാണ് ടാറ്റയുടെയും MGയുടെയും ശ്രമം. ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള നെക്സോണിന് 1,20,000 രൂപ വരെയാണ് വില കുറച്ചിരിക്കുന്നത്. പുതിയ വണ്ടി എടുക്കുന്ന കാര്യം എന്തായി? നോക്കിക്കൊണ്ടിരിക്കുക. EV എടുത്തൂടെ? വിലയാ പ്രശ്നം. ഈ വാർത്തയുണ്ടോ മാതൃഭൂമി പത്രത്തിൽ വന്നേ? വൈദ്യുതി വാഹനങ്ങളുടെ വില കുറയുന്നു. 2 വാഹനങ്ങൾക്കല്ലേ? 2 വാഹനങ്ങൾക്ക്. എന്നാ പിന്നെ നോക്കാം. നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ എത്തിയിരിക്കുകയാണ്. എത്രമാത്രം വ്യത്യാസമാണ് ഇപ്പോൾ നമ്മുടെ ഈ നെക്സോൺ വന്നിരിക്കുന്നത്? നെക്സോൺ പ്രൈസ് അപ്രോക്സിമേറ്റ് നമുക്കൊരു 20,000 റുപ്പീസ് ആയിട്ട് ഏകദേശം 1,20,000 രൂപയോളം വരെ പ്രൈസ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഞാൻ കഴിഞ്ഞ മാസം നെക്സോണിൻ്റെ EV നോക്കിയിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രൈസ് റേഞ്ചും ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ചും തമ്മിൽ എനിക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കും? ഈ പുതിയ 2024 വന്നപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഈ പ്രൈസ് സെല്ല്, അതായത് ബാറ്ററിയുടെ സെല്ലിൻ്റെ പ്രൈസ് കുറഞ്ഞതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഈ പ്രൈസ് ഡിക്രീസ് പെട്ടെന്ന് കസ്റ്റമറിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വണ്ടി എൻക്വയറി ചെയ്തതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് ഓൾ ഓവർ ഇന്ത്യ അത് പ്രതിഫലിക്കുകയാണ് ഉണ്ടായത്. ഞാനൊരു പെട്രോൾ വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ തന്നെ ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ എത്ര വില വ്യത്യാസം ഉണ്ടാവും? പറ്റുന്നുണ്ടെങ്കിൽ ഒരു സോളാർ മേടിച്ചിട്ട് അത് ഇൻപുട്ട് ആക്കുകയാണെങ്കിൽ ഈ വണ്ടി 0 കോസ്റ്റിൽ റൺ ചെയ്യാമെന്നുള്ളതാണ് കാര്യം. ഇലക്ട്രിക് വെഹിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം 1 കിലോമീറ്ററിന് 1 രൂപയെ വരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി 8 രൂപ ഡീസൽ ആൻഡ് പെട്രോൾ വണ്ടിക്ക് മുതൽ മുടക്കുമ്പോൾ. കേരളത്തിൽ എത്രമാത്രം ഇലക്ട്രിക് വണ്ടികൾ ഒരു മാസം ഇപ്പോൾ പോകുന്നു? 2023 ജാനുവരി 2024 ജാനുവരിയിലും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 100%. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽ ഇൻ ഫ്യൂച്ചർ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. നാളത്തെ ഒരു വാഹനമായിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ മാറും? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ളൊരു വീട് ഉണ്ടാവും, ഉറപ്പാണ്. അത്തരത്തിൽ വലിയൊരു കോൺഫിഡൻസിലാണ് ഈ വില കുറവടക്കമുള്ള കാര്യങ്ങളെ വാഹന നിർമ്മാതാക്കൾ കാണുന്നത്. വരും മാസങ്ങളിൽ എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കൂടുമെന്ന കാര്യം തീർച്ചയാണ്. ക്യാമറമാൻ സുജോ എഡ്വേർഡിനൊപ്പം പിന്നിൽ മാതൃഭൂമി ന്യൂസ്, കൊച്ചി.